അപ്പോൾ ഇവന് കുട്ടി ഒരു 26 കുട്ടിയാണ്. അപ്പോൾ ഇവർക്ക് അറിയുന്നതാണ്, കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്ന് പിന്നെ അറേഞ്ച്ഡ് മാരേജ് വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് അറിയാം 20 ദിവസം കൂടെ താമസിക്കുന്നത്. അതിന് ശേഷമാണ് ഇവർക്ക് കളറില്ലാന്ന് തോന്നിയത്. കുട്ടിക്ക് കളറില്ല, കളർ കുറവാണ്, കുട്ടി കറുപ്പാണ്. ഞാൻ +2 കണ്ട ഫോട്ടോ, നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു, അതിൽ നീ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു, ഇത് പിന്നെ കളറില്ല, പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ. അപ്പം ഇതിനൊരു മറുപടി അല്ല, ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരുടെ അടുത്തില്ല. ഇവർ പറയുന്ന മറുപടി എന്താ വെച്ചാൽ ആകെ 20 ദിവസമായിട്ടുള്ളൂ, നിങ്ങൾ 20 ദിവസം കൂടെ താമസിച്ചിട്ടുള്ളൂ, നിങ്ങളെന്തിനാ അങ്ങനെ പിന്നെ പിന്നെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കല്യാണം കിട്ടൂലെന്ന്. ഷഹാൻ എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുതിട്ടോ ഭാവനോട് പറയണമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത്. നമ്മൾ റീസൺ ചോദിക്കുമ്പോൾ എന്താ പറയുക വെച്ചാൽ ഇത് മുന്നോട്ട് പോകില്ല, അത് മുന്നോട്ട് പോകില്ല. നമ്മൾ അവരെ വീട്ടിൽ പോയി ഇങ്ങനെ സംസാരിക്കാൻ ഞാനും വൈഫും ഈ കുട്ടീനെയും കൊണ്ട് പോയപ്പോൾ നമ്മൾ ചോദിച്ചു. അപ്പോൾ അന്ന് അവൻ ലൈവായിട്ട് ഫോൺ വിളിച്ച് അവനെന്താ റീസൺ നമ്മളോട് പറയാതെ അവൻ പറയുകയാണ് ഇത് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോയില്ല, ഇങ്ങനെ മുന്നോട്ട് പോയില്ല. എന്താ റീസൺ ചോദിക്കുമ്പോൾ ഒരു പറയണില്ല. അത് ഓനും ഓൻ്റെ ഫാദറും തന്നെ പറയുന്നത്. പിന്നെ ഓൻ്റെ ഉമ്മയാണ് ഈ പറഞ്ഞത് 10-20 ദിവസമല്ലായിട്ടുള്ളൂ, കൂട്ടിക്കൊണ്ടുവന്നിട്ടൊന്നും ഇല്ലല്ലോ, നിക്കാഹെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ. അന്നാണ് ഈ കുട്ടി കോലത്തിൽ പറഞ്ഞത്, ആ അമ്മേനെ കെട്ടിപ്പിടിച്ചാണ്ട് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ, ഒഴിവാക്കരുത്. നമ്മൾ ഇവരോട് പേഴ്സണലായിട്ട് ചോദിക്കേണ്ടത് എന്താ റീസണ്. അപ്പോൾ ഇതിന് വ്യക്തമായി നമ്മളിപ്പോൾ ഒരു അഫെയർ, വേറെ അഫെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാം. ഇത് അങ്ങനത്തെ ഒരു ഒന്നും ഇല്ലാത്ത ഒരാളോട് നമ്മളവരോട് പല പ്രാവശ്യം ചോദിച്ചു എന്താ റീസൺ ഒന്നും അവർ പറയുന്നില്ല. ഇത് മുന്നോട്ട് പോകില്ല, ഈ ബന്ധം മുന്നോട്ട് പോകില്ല, ഈ ബന്ധം മുന്നോട്ട് പോകില്ല, അത്ര മാത്രമേ അവർ പറയുന്നുള്ളൂ. മുഹമ്മദ് ഷംസീറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷംസീർ, എന്നാണ് ഈ സംഭവം നടക്കുന്നത്? എന്നായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്? അജി, ദാരുണമായ സംഭവം ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് 19 വയസ്സുകാരിയായ ഷഹാന മുംതാസിനെ ഷഹാനയുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. രാവിലെ എണീറ്റിരുന്നു, വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിനുശേഷം മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഷഹാനയുടെ വിവാഹം കഴിയുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ്. 7 മാസം മാത്രമേ വിവാഹം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. ഭർത്താവ് ഇപ്പോൾ ഉള്ളത് മൊറയൂർ സ്വദേശിയാണ് ഭർത്താവ്, അദ്ദേഹം ഉള്ളത് വിദേശത്താണ്. വിവാഹം കഴിഞ്ഞ ഉടൻ ആദ്യമൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല, പിന്നീട് നിറത്തിൻ്റെ പേരിൽ അവഹേളിക്കുന്നുണ്ടായിരുന്നു ഷഹാനയെ എന്നാണ് ഇപ്പോൾ കുടുംബം ആക്ഷേപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നിറം കുറവാണ് എന്ന് പറഞ്ഞ് നിരന്തരം ഈ പെൺകുട്ടിയെ അപമാനിച്ചു, അവഹേളിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്ന ആദ്യത്തെ കാര്യം. മറ്റൊന്ന്, ഈ ഭർത്താവിൻ്റെ മാതാവിൻ്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമുണ്ടായി എന്ന് പറയുന്നു. ഇങ്ങനെ ഭർത്താവ് ആദ്യം നിറത്തിൻ്റെ പേരിൽ അപമാനിക്കുന്നു, തൊട്ടു ശേഷം ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് പ്രയാസമുണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ ഈ പെൺകുട്ടിയോടൊപ്പം ഈ ഭർത്തൃ വീട്ടിൽ ചെല്ലുകയും ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഭർത്തൃ മാതാവിൻ്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റമുണ്ടായി, കുറച്ച് ദിവസം മാത്രമല്ലേ ഒന്നിച്ച് നിന്നിട്ടുള്ളൂ, മറ്റൊരു വിവാഹം നിങ്ങളുടെ മകൾക്ക് ആലോചിക്കാമല്ലോ എന്ന തരത്തിൽ ഭർത്താവിൻ്റെ മാതാവ് സംസാരിച്ചുവെന്നും കുടുംബം പറയുകയാണ്. ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിലൊന്നും ഈ തരത്തിലുള്ള ഭർത്താവിൻ്റെ മോശം പെരുമാറ്റം വീട്ടിൽ അറിയിച്ചിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഈ പെൺകുട്ടി പഠിക്കുന്നത് കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലാണ്, 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. മാത്തമാറ്റിക്സ് വിഷയമാണ് പഠിക്കുന്നത്. പഠനത്തിൽ മിടുക്കിയായ വിദ്യാർത്ഥി. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്നത് കണ്ട് അധ്യാപകർ അന്വേഷിച്ചപ്പോഴാണ് ഈ വിഷയങ്ങളെല്ലാം പുറത്ത് പറയുന്നത് എന്ന് പറയുന്നു. മാത്രമല്ല, ഈ ഭർത്താവ് നിറത്തിൻ്റെ പേരിൽ അപമാനിക്കുകയും ഒപ്പം തന്നെ വെയിലത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൂടി, കൂടുതൽ നിറം ഇരുണ്ടു പോകും എന്നതുകൊണ്ട് വെയിലത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൂടി പെൺകുട്ടിക്ക് കൊടുത്തിരുന്നു എന്നുകൂടി കുടുംബം ആരോപിക്കുകയാണ്. അപ്പോൾ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ പുറത്തേക്ക് വിളിച്ചാലും ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ കുട്ടി മടിച്ചിരുന്നു എന്നുകൂടിയാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. കോളേജിൽ അധ്യാപകരോട് ഇക്കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പെൺകുട്ടി പറയാതിരിക്കാനും കാരണങ്ങൾ ഉണ്ടാകാം. ഒരു പക്ഷേ ഈ ബന്ധം തുറന്നുകൊണ്ട് പോകണമെന്ന് പെൺകുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകും. കുടുംബം വിവാഹം കഴിച്ചു എന്നതിന് പിന്നാലെ മറ്റു വിഷയങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കുടുംബങ്ങൾ തമ്മിൽ പോകേണ്ടതില്ല എന്ന് ഒരു പക്ഷേ പെൺകുട്ടി ചിന്തിച്ചത് കൊണ്ടായിരിക്കാം ആദ്യഘട്ടത്തിൽ കുടുംബത്തിൽ ഈ വിഷയമൊന്നും സംസാരിക്കാതിരുന്നത്. എന്നാൽ പിന്നീട് കുടുംബം ഈ വിഷയം അറിഞ്ഞപ്പോഴാണ് ഈ ഭർത്തൃ വീട്ടിൽ ചെല്ലുകയും വിഷയം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഭർത്താവിൻ്റെ മാതാവിൻ്റെ ഭാഗത്തു നിന്നു കൂടി മോശം പെരുമാറ്റമുണ്ടായത്. ഈ വിവാഹബന്ധം വേർപ്പെടുത്താമല്ലോ എന്ന തരത്തിലുള്ള സംസാരം ഉണ്ടായി എന്ന് പറയുന്നു. ആ സമയത്ത് പെൺകുട്ടി ഭർത്തൃമാതാവിൻ്റെ കാലിൽ വീണ് കരഞ്ഞു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ മൊറയൂർ സ്വദേശിയായ അബ്ദുൽ വാഹിദ് ഭർത്താവ് ഇപ്പോൾ
വിദേശത്താണുള്ളത്. അപ്പോൾ തന്നെ ഷംസീർ, ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഏത് തരത്തിലായിരിക്കും നിയമപരമായി ഇതിനെ ഇനിയും സമീപിക്കാൻ പോകുക? ഈ മരണത്തിന് പിന്നാലെ തന്നെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഭർത്താവായ അബ്ദുൽ വാഹിദ്, ഒപ്പം തന്നെ ഭർത്താവിൻ്റെ പിതാവും ഈ കുടുംബം അവിടെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല എന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും പ്രധാനമായി ഇവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. കൊണ്ടോട്ടി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിലായിരിക്കും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് പോവുക. ഏതായാലും നമുക്ക് ഏറെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് 19 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടാകുന്ന ഇത്തരം, അതും മറ്റു കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ സ്വർണത്തിൻ്റെ പേരിലും സ്ത്രീധനത്തിൻ്റെ പേരിലും ഒക്കെയുള്ള പീഡനങ്ങൾ നേരത്തെയൊക്കെ പലതവണ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിറത്തിൻ്റെ പേരിൽ അവഹേളിക്കുന്ന ഈ കാലത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യം കൂടിയാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല 19 വയസ്സുള്ള ഞാൻ ഇപ്പോൾ വിവാഹമോചനത്തിലേക്ക് നീങ്ങിയാൽ ഒരു വിധവയാവില്ലേ, 19 വയസ്സിൽ വിവാഹമോചിതയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ലേ എന്ന തരത്തിൽ പെൺകുട്ടി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെൺകുട്ടിക്ക് ആ തരത്തിലുള്ള മാനസിക പ്രയാസം കൂടി ഉണ്ടായിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിയുന്നു, വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹമോചിതയാകുന്നതിൻ്റെ മാനസിക പ്രയാസം കൂടി കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാകണം ആദ്യഘട്ടത്തിൽ കുടുംബത്തോട് ഇക്കാര്യം പറയാതിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ വിവാഹമോചിതയാവാൻ പെൺകുട്ടിയും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പോകുമെങ്കിൽ അതാണ് കുട്ടിയും ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ നിറത്തിൻ്റെ പേരിൽ നിരന്തരം അവഹേളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമുണ്ടായി എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. വിദേശത്തുള്ള ഈ ഭർത്താവായ അബ്ദുൽ വാഹിദ് ഫോണിൽ വളരെ കുറച്ചു മാത്രമേ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. വിളിക്കുമ്പോൾ തന്നെ ഈ തരത്തിലുള്ള അപമാന വാക്കുകളും കുത്തുവാക്കുകളുമാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും കുടുംബം പറയുകയാണ്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം പോലീസിൽ കുടുംബം തന്നെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഈ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കടുത്ത ശിക്ഷയുണ്ടാകണം എന്നുകൂടിയാണ് കുടുംബം ആരോപിക്കുന്നത്. 19 വയസ്സ് മാത്രമുള്ള നന്നായി പഠിച്ചിരുന്ന പെൺകുട്ടി എന്ന നിലയ്ക്ക് കൂടി ആ കുടുംബത്തിന് വലിയ വിഷമം ഈ വിഷയത്തിലുണ്ട്. 19 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി ഈ തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ കാലത്തത് വലിയ തോതിൽ നമുക്കൊക്കെ പ്രയാസമുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. യെസ്, നവവധുവാണ് ആത്മഹത്യ ചെയ്തത്. 19 വയസ്സുള്ള പെൺകുട്ടി ഭർത്തൃവീട്ടിൽ നിറത്തിൻ്റെ പേരിൽ വലിയ അധിക്ഷേപം ഭർത്തൃവീട്ടിൻ്റെ ആളുകളിൽ നിന്നും കേട്ടു. ആ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മുഹമ്മദ് ഷംസീർ.